കണ്ണാടിൻ മുൻപ് മിഴികൾ തുറന്നവൾ പുട്ടെന്നു കൂടി കുശിനിയിലായി. സന്തത സഹചാരിയാം പ്രാണന്റെ പാതിക്കും മക്കൾക്കും സാധ്യമായതൊക്കെയും വെച്ചു വിളമ്പി. സാരിയുടുത്തവളിറങ്ങി സൈഡിൽ തൂക്കിയ ബാഗുമായി. അതിദ്രുതം നടന്നവർ അണഞ്ഞു ബസ് സ്റ്റോപ്പിൽ പാഞ്ഞു വന്നെത്തിയ വാഹനത്തിൽ പാടുപെട്ടു കയറിക്കൂടി. പടിയോളം തിങ്ങിനിറഞ്ഞിരുന്നാളുകൾ. ഓഫീസിനുള്ളിൽ കടന്നവൾ ഓഫീസർക്കു മുന്നിൽ ഹാജർ നൽകി. ഓടിയെത്തി സീറ്റിൽ ഓടിപ്പിടഞ്ഞു പണിയെടുത്തു. എത്രയും വേഗം ചെയ്തു തീർത്തു ദിനചര്യകളൊക്കെയും. എല്ലാരും ഒത്തു കഴിച്ചു എന്തൊക്കെയോ പറഞ്ഞു രസിച്ചവർ. 5 മണി നേരത്തവൾ ഓഫീസ് വിട്ടിറങ്ങി വേണ്ടുന്നതൊക്കെയും വാങ്ങിക്കൂട്ടി. വേഗമണഞ്ഞു തന്നെ ഗേഹത്തിലായി. എന്നും തുടരുന്നീ ഉദ്യോഗസ്ഥതൻ ഉള്ളൊരുക്കം. ഏന്തി വലിഞ്ഞവൾ എല്ലാവർക്കുമായി പണിയെടുക്കുന്നു. എന്നിട്ടുമില്ലൊരു വിശ്രമവും. മനം വിങ്ങിയാലും തനു തളർന്നീടിയും തൻ്റേതാണീ കുടുംബമെന്നേ ചിന്തയുള്ളൂ. തന്നാലാവതു ചെയ്തു ദിനവും തൻ്റെ ഇടമോടെ തുടരുന്നു. ഒരു ഭവനം മെനയാൻ വായ്പയും വാങ്ങി മുടങ്ങാതെയൊടുക്കണമാത്തവണകളും. ജീവന്റെ ജീവനാം കുടുംബത്തിനായവൾ ജീവൻ കളഞ്ഞും പണിയെടുക്കും. ജീവിത വിജയം നേടുവാൻ ജീവനുള്ള കാലമത്രയും. ജന്മമൊടുങ്ങാറായതും ജരാനര വന്നതും അറിഞ്ഞില്ലവൾ ഓടി നടന്ന നാൾ. ജന്മമേകിയ മകൾക്കു വേണം ജന്മം മുഴുവൻ പണിയെടുത്തതിൻ പ്രതിഫലവും.